Hi students, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി മോണിറ്ററിംഗ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ അതേ പോയിൻറ്റ്സ് വായിച്ചാണ് ഞാൻ സാധാരണ പറഞ്ഞു തരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. അതോടൊപ്പം ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തും വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെസ്പിറേറ്ററി മോണിറ്ററിംഗ്, മെഷർമെൻറ്റ് ഓഫ് ഓക്സിജനേഷൻ. ഏതൊക്കെ രീതിയിൽ ഓക്സിജനേഷൻ നമുക്ക് മെഷർ ചെയ്യാമെന്ന് നോക്കാം. ഒന്ന്, പൾസ് ഓക്സിമെട്രി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ മിക്സഡ് വീനസ് ഓക്സിജൻ സാച്ചുറേഷൻ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നുണ്ട്. ദെൻ റീജിയണൽ ഓക്സിജനേഷൻ വഴിയും സാധിക്കുന്നുണ്ട്. ഇനി നമുക്കതിൽ പൾസ് ഓക്സിമെട്രി എന്ന പോയിൻ്റ് നോക്കാം. Pulse oximetry is used to measure the O2 saturation of hemoglobin in arterial blood. നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡിലെ O2 സാച്ചുറേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് ഓക്സിമെട്രി യൂസ് ചെയ്യുന്നത്. ദ പ്രോബ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ, എവിടെയൊക്കെ നമുക്ക് പ്രോബ് പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. ഒന്ന്, ഫിംഗേഴ്സ് നെയിൽ ബെഡ്, അതായത് നമ്മുടെ ഫിംഗറിൻ്റെ നെയിൽസിൽ വെക്കാം. ദെൻ ടോ നെയിൽ ബെഡ്, നമ്മുടെ ടോയിലെ നെയിലിൽ വെക്കാം. ഇയർ ലോബ്യൂളിൽ, ഇയറിൽ വെക്കാം. ടിപ്പ് ഓഫ് നോസിൻ്റെ ടിപ്പിലും വെക്കാവുന്നതാണ്. ദെൻ നോർമൽ SpO₂ എന്ന് പറയുന്നത് 95 to 98% ആണ്. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ബിയർ ലാംബർട്ട് ലോ. ബിയർ ലാംബർട്ട് ലോ പ്രിൻസിപ്പിളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്യാപ്നോഗ്രഫിയുടെ കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ ചെന്ന് കാണുക. ക്യാപ്നോഗ്രഫിയും ബിയർ ലാംബർട്ട് ലോ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പൾസ് ഓക്സിമെട്രിയും ക്യാപ്നോഗ്രഫിയും ഒരേ ലോയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ബിയർ ലാംബർട്ട് ലോ. ഇനി ബിയർ ലാംബർട്ട് ലോ എന്താണെന്ന് നോക്കാം. ബിയർ ലാംബർട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡിഫറെൻറ്റ് സോൾവെൻറ്റ്സ് അബ്സോർബ് ഇൻഫ്രാറെഡ് ആൻഡ് റെഡ് ലൈറ്റ് അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അതാണ് ബിയർ ലാംബർട്ട് ലോ. ആ ലോയും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ദെൻ എ പൾസ് ഓക്സിമീറ്റർ പ്രോബ് എമിറ്റ്സ് 2 ലൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് 2 ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്, അതും ഡിഫറെൻറ്റ് വേവ് ലെങ്തിൽ. റെഡ് അറ്റ് 660 nm ഇൻഫ്രാറെഡ് അറ്റ് 940 nm ആണ്. ദെൻ ഓക്സി ഹീമോഗ്ലോബിൻ അബ്സോർബ് മോർ ഇൻഫ്രാറെഡ് ലൈറ്റ്. ഇതിൽ ഓക്സി ഹീമോഗ്ലോബിൻ കൂടുതൽ ഇൻഫ്രാറെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഡിയോക്സി ഹീമോഗ്ലോബിൻ അബ്സോർബ് മോർ റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് ഡിയോക്സി ഹീമോഗ്ലോബിൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ദിസ് ഡിവൈസ്. ഇനി ഈ ഡിവൈസ്, അതായത് പൾസ് ഓക്സിമെട്രിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അബ്നോർമൽ ഹീമോഗ്ലോബിൻ, അതായത് കാർബോക്സി ഹീമോഗ്ലോബിനീമിയ, ദെൻ മെത്തമോഗ്ലോബിനീമിയ. സെക്കൻഡ് വൺ, അനീമിയ, ദെൻ ഹൈപ്പോവോളിമിയ, വാസോ കൺസ്ട്രക്ഷൻ, വാസോ ഡൈലേറ്റേഷൻ, നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൾസ് ഓക്സിമെട്രി മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ പേഷ്യൻ്റ് ഷിവർ ചെയ്യുന്നുണ്ടെങ്കിലും സാധിക്കുന്നതല്ല. ദെൻ SpO₂ ബിലോ 60%, സ്കിൻ പിഗ്മെൻറ്റേഷൻ, എക്സസീവ് മൂവ്മെൻറ്റ് ഓഫ് ദ പേഷ്യൻ്റ് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻകോപ്പറേറ്റീവ് ആണ്, അവരും കിടന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൾസ് ഓക്സിമെട്രി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പീഡിയാട്രിക്സിനുള്ള പൾസ് ഓക്സിമെട്രി ഒരു സ്റ്റിക്കർ പോലെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അഡൾട്ട്സിന് യൂസ് ചെയ്യുന്ന പൾസ് ഓക്സിമെട്രി ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ദെൻ പ്ലത്തസ്മോഗ്രാഫി ഈസ് ദ വേവ് ഫോം ഓഫ് പൾസ് ഓക്സിമെട്രി. പൾസ് ഓക്സിമെട്രിയുടെ വേവ് ഫോമിനെ പറയുന്നതാണ് പ്ലത്തസ്മോഗ്രാഫി. ദെൻ പോർട്ടബിൾ, നമുക്ക് പൾസ് ഓക്സിമെട്രി എന്ന് പറയുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള മെഷീനായിട്ടും അവൈലബിൾ ആണ്. ദെൻ മിക്സഡ് വീനസ് ഓക്സിജൻ സാച്ചുറേഷൻ എന്താണെന്ന് നോക്കാം. SpO₂ ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ടിഷ്യൂ ഓക്സിജനേഷൻ. ടിഷ്യൂവിലുള്ള ഓക്സിജനേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മിക്സഡ് വീനസ് O2 സാച്ചുറേഷൻ എന്ന് പറയുന്നത്. നോർമൽ SpO₂ എന്ന് പറയുന്നത് 75% ആണ്. ദെൻ റീജിയണൽ ഓക്സിജനേഷൻ എന്താണെന്ന് നോക്കാം. RSO2 the only monitor which is used to measure cerebral oxygenation is reflectance spectroscopy. സെറിബ്രൽ ഓക്സിജനേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീജിയണൽ ഓക്സിജനേഷൻ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഓവർ ഫോർഹെഡ് ടു മെഷർ ഫ്രോണ്ടൽ കോർട്ടിക്കൽ ഓക്സിജനേഷൻ. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫോർഹെഡിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഫ്രോണ്ടൽ കോർട്ടിക്കൽ ഓക്സിജനേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദെൻ RSO2 റേഞ്ച് ഫ്രം 55 to 80% ആണ് ഇതിൻ്റെ റേഞ്ചായിട്ട് വരുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. എന്തെങ്കിലും ടോപ്പിക്സ് ഇനി ഞാൻ എടുത്തു തരണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരുവാണെങ്കിൽ ഉറപ്പായിട്ടും എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.